എൻ്റെ പേര് ലക്ഷ്മി പ്രിയ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 26 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എല്ലാവരെയും പോലെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ OET പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ പേര് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ചെറുപ്പം മുതൽ കോൺവെൻറ്റ് സ്കൂളുകളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്തീയ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറ്റുമ്പോഴൊക്കെ പള്ളികളിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ മാതാവിനോട് അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. മാതാവിൻ്റെ പള്ളിയിലൊക്കെ പോകും, പക്ഷെ മാതാവിനോട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ട അങ്ങനെയൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ജപമാല, എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ട് തന്ന ജപമാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും ഞാൻ പോകുന്നിടത്തെല്ലാം അത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ വന്നപ്പം എൻ്റെ കയ്യിൽ ഈശോയുടെയും മാതാവിൻ്റെയും അന്തോണീസ് പുണ്യാളുടെയൊക്കെ രൂപം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കൊണ്ട് കല്യാണം കഴിഞ്ഞ വീട്ടിലും ഞാൻ അങ്ങനെ വന്നിരുന്നു. അവിടെയും വെച്ച് പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 വർഷമായിട്ട് OET ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ് ഞാനത് കുറേ നാൾ ഗ്യാപ്പ് വന്നു. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടാന്ന് വെച്ച് ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത സംഭവമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയി, കല്യാണമൊക്കെ കഴിഞ്ഞു, അങ്ങനെ അത് പോയി. അങ്ങനെ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൻ്റെ ഇവിടെയായിട്ടൊരു ചെറിയൊരു കുരു വന്നു. കുരു മീൻസ് സാധാരണ നമുക്ക് മുഖത്തൊക്കെ വരുന്ന പോലത്തെ ഒരു കുരു വന്നു. അതൊന്ന് വന്ന് പൊട്ടിപ്പോയി. രണ്ടാമത് വീണ്ടും അവിടെ തന്നെ വന്നു. അപ്പം അതങ്ങനെ മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആണി അവിടെ കിടന്നിട്ട് ഇങ്ങനെ സ്കിൻ വന്ന് മൂടി അതവിടെ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ അറിയാൻ പാകത്തിനായി. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ അത് കീറിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സാണെങ്കിൽ കൂടെ എനിക്ക് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ തന്നെ പൊതുവെ കുറച്ച് ടെൻഷനും ആൻസൈറ്റിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതങ്ങനെ കീറിക്കളയാം. അപ്പോൾ കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പ്രൊസീജിയർ അത് ടെസ്റ്റിന് അയക്കും, ബയോപ്സിക്ക് അയക്കും. ഡോക്ടർ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടെ ഞാൻ വെറുതെ പേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ആ ഒരാഴ്ച ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഓൺലൈൻ OETയുടെ ക്ലാസ് ഉണ്ട് എനിക്ക്. ആ സമയത്ത് ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. എങ്ങനെ എനിക്ക് മാതാവിനോടുള്ള പ്രെയർ വേണമെന്ന് ചോദിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തത് മാതാവിനോടുള്ള പ്രെയറാണ് ഞാൻ സെർച്ച് ചെയ്തത്. അതെങ്ങനെ എനിക്ക് വന്നു എന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ മാതാവിനോടുള്ള പ്രെയർ സെർച്ച് ചെയ്തു. ലാസ്റ്റ് എൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേയിൽ എൻ്റെ ഓൺലൈൻ ട്യൂട്ടർ എന്നോട് പറയുകയാണ് കൃപാസന മാതാവിനെ പറ്റി. അപ്പോൾ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപവും ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നും കിടക്കുന്നതിന് മുന്നേ എല്ലാ ദൈവത്തിനെയും പ്രാർത്ഥിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചിട്ടാണ് എന്നും കിടക്കാറ്. പക്ഷെ അങ്ങനെ മാതാവേ മാതാവേ എന്നിങ്ങനെ പറയുള്ളൂ. എനിക്കങ്ങനെ കൃത്യമായിട്ടൊന്നും അങ്ങനെ ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ എൻ്റെ ഓൺലൈൻ ട്യൂട്ടർ എന്നോട് പറഞ്ഞു, ലക്ഷ്മി എനിക്ക് OET കിട്ടിയത് ഇങ്ങനെ ഇവിടെ പോയിട്ടാണ്. കൃപാസനം പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് OET പാസ്സാകാൻ പറ്റി. അപ്പം ഞാൻ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ആ ട്യൂട്ടർ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നു. അന്ന് ലാസ്റ്റ് ഡേയിൽ എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വരും, ബയോപ്സിയുടെ റിസൾട്ട് വരും. അപ്പോൾ എനിക്ക് പോകാനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ ഈ പോകുന്നതിന് മുന്നേ മാതാവിൻ്റെ അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ കൃപാസനം പള്ളിയെ പറ്റി അറിയുന്നതിനൊക്കെ മുന്നേ തന്നെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും യൂട്യൂബിൽ കൂടെ എനിക്ക് ലഭിച്ചു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ കാശുരൂപം എൻ്റെ കയ്യിലെടുക്കുന്നത്. ആ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും കാശുരൂപം കൊണ്ട് പോകുമ്പോൾ ആ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. പക്ഷെ അതൊന്നും എനിക്ക് അറിയാണ്ടാണ് ഞാൻ ആ കാശുരൂപം കൊണ്ട് പോയത്. പിന്നീട് അവിടെ ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അതൊക്കെ നോർമലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എനിക്ക് വന്ന മാറ്റമാണ്. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസായി, ധൈര്യമായി. എനിക്ക് പേടിയില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് പോകാനൊന്നും എനിക്ക് പേടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഞാൻ പള്ളിയിൽ വരും, ഉടമ്പടി എടുക്കും എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും ആ കാശുരൂപം കൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കഴിഞ്ഞപ്പം
ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. അത് എവിടെ പോയി എങ്ങനെ പോയി എന്നറിയില്ല. അത്ര നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഞാനതിങ്ങനെ കൊണ്ട് നടന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സാധാ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന വെഞ്ചരിച്ചൊരു കാശ് രൂപ എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം അമ്മ എനിക്ക് തന്ന 2019 ആ സമയത്തൊക്കെ. അപ്പോൾ എൻ്റെ തന്ന അന്ന് മുതൽ എൻ്റെ കയ്യിൽ ആ കാശ് രൂപ ഉണ്ട്. പക്ഷെ അതിൻ്റെ ശക്തിയും ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ആ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഉടമ്പടി എടുക്കാൻ വരാമെന്ന് നേർന്നു. കാശ് രൂപം പോയതിന് ശേഷം എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു തോന്നലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. അതായത് 2022 ഒക്ടോബർ 26 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഉടമ്പടി എന്താ ഒന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഓരോ കൗണ്ടറിലും ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഞാനിവിടെ വന്ന് ഭയങ്കര കൂളായിട്ട് എനിക്ക് ഉടമ്പടി എടുത്ത് പോകാൻ പറ്റി. പിന്നെ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന, മോളെ ഇതെവിടെയാണ് കൊടുക്കണ്ടേ, ഇതെവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ ഭയങ്കര പരിചയമുള്ള പോലെ എനിക്ക് പറയാൻ പറ്റി, അവിടെ കൊടുത്താൽ മതി, ഇവിടെ ചോദിച്ചാൽ മതി എന്നൊക്കെ. അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ രൂപം വെച്ച് പ്രദക്ഷിണം ചെയ്യാൻ പറ്റി. പക്ഷേ അതൊന്നും എനിക്ക് അതൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അത് എത്ര പ്രഷ്യസ് ആയിട്ടുള്ള മാതാവിൻ്റെ രൂപമാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഒരു മഹത്വം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാനങ്ങനെ അതൊക്കെ വെച്ച് പ്രദക്ഷിണമൊക്കെ ചെയ്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പോയി എക്സാം എഴുതി. OETയുടെ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു OET ഉടമ്പടി എടുക്കുമ്പോൾ OET എഴുതുമ്പോൾ കിട്ടും എന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അപ്പം ഞാൻ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എങ്ങനെ പോയി ചോദിക്കുക, ആരോടാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊന്നും എനിക്കറിയില്ല. അപ്പം എവിടെയെങ്കിലും ഒരാളുടെ അടുത്ത് പോകണം, ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചു. എനിക്ക് OET കിട്ടിയില്ല. സാധാരണ പോലെ ഒരു വിഷമം ഉണ്ടായിപ്പോയി. 3ാമത് OET എഴുതി, 3ാമതും കിട്ടിയില്ല. 3ാമത് OET എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഇവിടെ തന്നെ ഉടമ്പടിയെ പുതുക്കാൻ വന്നപ്പോൾ ഒരു ചേച്ചീനെ പരിചയപ്പെട്ടു. ആ ചേച്ചിയും ഇതുപോലെ തന്നെ ഒരുമിച്ച് പോകണം, ഉടമ്പടി പുതുക്കാൻ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകാം, ഞങ്ങളങ്ങനെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഒരുമിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാനൊക്കെ പോകുമായിരുന്നു. ഒരുമിച്ച് പത്രം കൊടുക്കാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും 3ഉം 4ഉം അറ്റംപ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടിയില്ല. അപ്പോഴും ഞാൻ തകർന്നു പോയി. കാരണം എനിക്കറിയായിരുന്നു മാതാവിൻ്റെ എന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്. എനിക്കിതൊന്നും ചിലപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല, ഞാൻ ഇനി പുതുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു, ഒരു 1 മന്തോളം ഗ്യാപ്പ് വന്നു. അതുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും പറയും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷെ അപ്പോഴും ഡൗട്ടാണ്, നടക്കോ അങ്ങനെ ഒരു ഡൗട്ടിലാണ് എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്തൊക്കെ എനിക്ക് മാതാവിനെ സ്വപ്നത്തിൽ ദർശനം ലഭിക്കുന്നുണ്ടായിരുന്നു. 3 തവണ എനിക്ക് മാതാവിനെ നേരിട്ട് സ്വപ്നത്തിലൂടെ ദർശനം കിട്ടി. ഒരു തവണ ഞാൻ ഉറങ്ങുമ്പോൾ മാതാവ് എൻ്റെ ഈ വിരലിൽ വന്ന് തൊട്ടപ്പോൾ ഞാനിങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, ഉറക്കത്തിൽ തന്നെ വൈബ്രേറ്റ് ചെയ്ത് കണ്ണ് തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന മാതാവിൻ്റെ ആ ഒരു കാർഡ്, അതായത് ഫോട്ടോയിലെ മാതാവിനെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ആ ഫോട്ടോയാണ്. അതിനകത്ത് മാതാവിൻ്റെ ആ കുഞ്ഞു ഫോട്ടോയുടെ ചുറ്റും ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജപമാലയാണെന്ന് തോന്നുന്നു, ഒരു സീരിയൽ ലൈറ്റ് പോലെ തെളിയുന്നുണ്ടായിരുന്നു. ആ ലൈറ്റും മാതാവിൻ്റെ തലയുടെ പുറകിലുള്ള ആ പ്രകാശ ഓറെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രകാശിക്കുന്നു. എന്നിട്ട് അതെൻ്റെ കയ്യിലേക്ക് വന്ന് എൻ്റെ കയ്യിലോട്ട് കയറി പോകുന്നതായിട്ട്. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ മോനോട് പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, ദേ മാതാവ് വന്നു നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു, ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും എക്സാം എഴുതുക. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ മടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇനി പോയ മൊഡ്യൂൾ മാത്രം എഴുതാം. അപ്പോൾ ഞാൻ ജനറൽ നേഴ്സാണ്, BSc അല്ല. അപ്പോൾ അത് കാരണം എനിക്ക് ന്യൂസിലാൻഡ് നോക്കുമ്പം എനിക്ക് EN നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. എങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി OET ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, ഇതിൻ്റെ പുറകെ ഇരുന്നാൽ എനിക്ക് കിട്ടാനൊന്നും പോണില്ല എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് മാത്രം ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് ഒന്നുമില്ല. ഞാനിങ്ങനെ വന്ന് പുതുക്കിക്കൊണ്ട് പോകുന്ന എനിക്കൊരു ഇതുമില്ല. അപ്പോൾ അച്ഛനിങ്ങനെ ധ്യാനത്തിൽ പറയില്ലേ, നമ്മളിങ്ങനെ ഉടമ്പടിയിലായിരുന്നിട്ടും ദൈവം അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതും തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവം
സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 4ാമത് ഇവിടെ സാക്ഷ്യം പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, അടുത്ത തവണ നീ ഒന്നും കൂടെ ഒന്ന് ഉറച്ച് വന്നാൽ മതി, തട്ടിക്കയറി നിന്ന് സാക്ഷ്യം പറയാൻ പാകത്തിന് നീ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരി 13-ാം തീയതി 2024 ഞാൻ OET 5ാമത്തെ അറ്റംപ്റ്റ് ഞാൻ ട്രൈ ചെയ്തു. ആ അറ്റംപ്റ്റിൽ എനിക്ക് എല്ലാ മൊഡ്യൂളിനും B സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അത് B സ്കോർ നൽകി അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെഴുതിയ എക്സാമാണ്. ഞാൻ പ്രിപ്പറേഷനൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. റീഡിങ് ലിസണിങ് ഒക്കെ എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് അതിന് ചെയ്യാൻ ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് അല്ലാതെ ഇരിക്കാനും പഠിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എനിക്ക് റീഡിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം മാനസികമായിട്ട് ഇതിൻ്റെ ഇടയിൽ വല്ലാതെ വിഷമം അനുഭവിച്ചു, ടെൻഷൻ അടിച്ചു, മനസ്സൊരു ചത്ത അവസ്ഥയിലായി പോയി ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം അത്രമാത്രം വിഷമിച്ചു ഈ ഉടമ്പടി എടുത്ത മീൻസ് ഈ എക്സാം എഴുതി ലാസ്റ്റ് മൈൻഡ് ഒരു ഇതെല്ലാം ഉണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ പോയി എഴുതി എക്സാം. പക്ഷെ ഞാൻ ഇത്തവണ എക്സാം എഴുതിയപ്പോൾ ഞാൻ ചെയ്തത് വിശ്വസിക്കണം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും. ഇപ്പോൾ എനിക്ക് മാതാവിനോടും ഈശോയോടും ഒരു വല്ലാത്തൊരു ബന്ധമാണ്. എനിക്ക് അറിയില്ല എങ്ങനെ പറയണമെന്ന്. മാതാവിനോട് എനിക്ക് സംസാരിച്ചുകൊണ്ട് കാര്യം ചോദിക്കാനും ഈശോയോട് സംസാരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നു. എനിക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ഇപ്പം എനിക്ക് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഞാൻ റിസൾട്ട് വരണതിന് മുന്നേ, എക്സാം കഴിയുന്നതിന് മുന്നേ എനിക്ക് എല്ലാം ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അറിയാം, OET പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് അറിയാം അത് ടൈം മാനേജ്മെൻറ്റ് വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പം പ്രാക്ടീസും കൂടി ഇല്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് കൊണ്ടൊന്നും റീഡിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കറക്റ്റ് 15 മിനിറ്റിന് ഒരു 13-14 മിനിറ്റിനുള്ളിൽ എൻ്റെ A പാർട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. B പാർട്ടും C പാർട്ടൊക്കെ എനിക്ക് വായിച്ചിട്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നതാണോ അതോ ഈസി ആയിട്ടുള്ളതാണോ എനിക്കറിയില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്ന പോലെ എനിക്ക് തോന്നി. ലിസണിങ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. കാരണം എനിക്ക് ലിസണിങ് എല്ലാം എഴുതിയൊക്കെ പോയി, 1-2 ഒക്കെ വിട്ടുപോയി. എങ്കിലും ഞാൻ അവിടെ എന്തൊക്കെയോ ഫില്ല് ചെയ്ത് വച്ചു. പക്ഷേ എഴുതിയേക്കുന്ന കറക്റ്റാണോ കേട്ടതാണോ എഴുതിയേക്കുന്ന ഒന്നും അറിയാൻ പാടില്ല. റൈറ്റിങ്ങും സ്പീക്കിങ്ങും സാധാരണ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ടായിരുന്നു. അതുപോലെ അതും കടന്നുപോയി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് എല്ലാത്തിനും B സ്കോർ നൽകി അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചു. അങ്ങനെ വിശ്വസിച്ചു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഇത്തവണ കിട്ടുമോ കിട്ടില്ലയോ. എന്തായാലും ഞാൻ അവിശ്വസിച്ചൊന്നുമില്ല. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ പോയി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും B സ്കോർ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ലിസണിങ്, എനിക്ക് ഇത്രയും ടഫായ ലിസണിങ് പോലും B സ്കോർ നൽകി അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്ക് നന്ദി, ഈശോയ്ക്ക് നന്ദി എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നല്ല മാർക്ക് തന്ന് എൻ്റെ മാതാവ് നല്ല സ്കോറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയും നല്ല സ്കോർ തന്ന എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിച്ചു. അതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ OET. അതാണ് എനിക്ക് ആദ്യം ഏറ്റവും ലാസ്റ്റ് കിട്ടിയത്. പിന്നെ എൻ്റെ മോനുണ്ട്, അവന് 2.25 വയസ്സ് തൊട്ട് അവന് അലർജി ആസ്മ ഒരു അസുഖമുണ്ട്. അവനിങ്ങനെ ചെറിയ ജലദോഷമോ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വീസിങ് പോലെ വരും. ഇൻഹെയിലർ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഹെയിലറൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ അമ്മയുടെ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈലമൊക്കെ പുരട്ടാറുണ്ട്. അതൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ കുറേ നാളുകൾ കൊണ്ട് അവൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്മയോ അലർജിയോ ഒന്നും വന്നിട്ടില്ല. വരും, ചെറിയ തോതിലൊക്കെ വന്ന് അങ്ങ് പോകും. ചെറിയൊരു സാധാരണ നോർമൽ പിള്ളേർക്ക് വരുന്ന ജലദോഷമായിട്ട് അതങ്ങ് പോകും. അങ്ങനെ പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്താലും യാത്ര ചെയ്താലൊക്കെ എനിക്ക് നല്ല തലവേദന വരും. എനിക്ക് ഗ്യാസ് കെട്ടിയിട്ട് അങ്ങനെ തലവേദന ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ പോണ വഴി മുഴുവൻ റോട്ടിൽ ഛർദ്ദിച്ചാണ് ഞാൻ പോകുന്നത്. അത്ര തലവേദനയാണ് എനിക്ക്. കുറേ നേരം ഇവിടെ നിന്നു, പിന്നെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു തലവേദന ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ലാസ്റ്റത്തെ ഏറ്റവും വലിയ തലവേദന. ചെറിയ രീതിയിൽ ഇപ്പോഴും വരാറുണ്ട്, തലവേദനയൊക്കെ വന്ന് പോകാറുണ്ട്. എങ്കിൽ പോലും എനിക്ക് അത്രയും സീവിയറിറ്റിയിൽ ഇതുവരെ പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു പൈൽസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് മാറി. അതുപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടുന്നത് വഴി ശരീരത്ത് ഇപ്പം എനിക്ക് ചെറിയ ആൻസൈറ്റി, വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കുരുവോ എന്തെങ്കിലും പാട് കണ്ടോ അതൊക്കെ എന്നാന്നങ്ങനെ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ തൊട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി, എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ തൈലം പുരട്ടി എനിക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്.
പിന്നെ എൻ്റെ കൊച്ച് ഇതുപോലെ സ്കൂളിൽ വെച്ചിട്ട് അവൻ വീണായിരുന്നു ഒന്ന്, വേറെ കുട്ടിയുടെ കൂടെ കളിച്ചപ്പോൾ വീണപ്പോൾ താഴെ വീണു, തല ഇടിച്ച് വീണു. ഒരു സെക്കൻഡ് അവൻ്റെ ബോധം പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് അവൻ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാൻ ആക്കിയിട്ട് വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്ന് രാത്രി കിടക്കാൻ നേരത്താണ് ഇവനിത് പറയുന്നത്. അപ്പോൾ അവൻ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, ഉടമ്പടി എടുത്താൽ ഫസ്റ്റ് ഉടമ്പടിയൊക്കെ എടുത്തിരുന്ന സമയത്താണ്. അപ്പോൾ അവനിങ്ങനെ വീണപ്പോൾ അവൻ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഉറങ്ങിപ്പോയമ്മേ. ഉറങ്ങിയപ്പം ഒരു കുഞ്ഞു മാലാക എൻ്റെ ചുറ്റും വന്നിങ്ങനെ പറന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ നിന്നിട്ട് മാലാക പോയപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് ഞാൻ അന്ന് രാത്രി കേൾക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതെൻ്റെ പരിശുദ്ധ അമ്മ മാലാകമാരെ അയച്ച് എൻ്റെ കുഞ്ഞിന് സംരക്ഷണം നൽകിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ അന്ന് രക്ഷിച്ചതാണ് മാതാവും ഈശോയും കൂടെ ചേർന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു ചിറ്റയ്ക്ക് കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചിറ്റ എൻ്റെ വീട്ടിൽ വരുമ്പം സർജറി ചെയ്യണ കാര്യത്തെപ്പറ്റിക്ക് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ സർജറി കൂടാതെ സൗഖ്യം കൊടുക്കണമേ. ഇപ്പോഴും ചെറിയ തോതിൽ കാലുവേദനയുണ്ട്, എങ്കിലും സർജറി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ ഒരു വർഷ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഒരു സാക്ഷ്യം എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒക്ടോബർ 28 നടക്കുന്ന ജപമാല റാലിയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഞാനിവിടെ വരുമ്പോൾ തൊട്ട് എന്താ ജപമാല റാലി എന്ന് എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അങ്ങനെ ജപമാല റാലി എന്താണെന്ന് അറിയാൻ പറ്റി. അങ്ങനെ ഒക്ടോബർ 28 ജപമാല റാലി പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങനെ വരും, എനിക്കാരും കൂട്ടില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ജപമാല റാലിയിൽ വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു കൂട്ട് തരണേന്ന്. അങ്ങനെ മാതാവ് എനിക്കൊരു കൂട്ടും തന്നു. എൻ്റെ സിസ്റ്റർ ഇൻ ലോയും അതുപോലെ തന്നെ എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് അന്ന് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഇവിടെ വന്നത്. അതുപോലെ തന്നെ അപ്പം എനിക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. അതായത് ബസ്സിനാണ് വരുന്നത്. അപ്പം സീറ്റ് കിട്ടുമോ ഇല്ലയോ, അത് ഓൾറെഡി ബുക്കായി പോയോ ഇല്ലയോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എണീച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ ഈ കഴുത്ത് വരെയുള്ള ഒരു രൂപം എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് തവണ എനിക്ക് മാതാവിൻ്റെ സ്വപ്നത്തിലൂടെയും അല്ലാതെയൊക്കെ എനിക്ക് ദർശിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈശോയോടും കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കും, അവർക്ക് വേണ്ട വെള്ളമൊക്കെ എടുത്തു കൊടുക്കും, പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു കൊടുക്കും, പിന്നെ നഖം വെട്ടിക്കൊടുക്കും, അവരോട് സംസാരിക്കും, അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കും. ആദ്യമൊക്കെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പേപ്പർ കൊടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാനിപ്പോൾ അവിടെ കൊടുക്കാറില്ല, കാരണം അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ അവർ കുറേ മിസ്യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ കാരണം അവിടെ കൊടുക്കാതെ ഞങ്ങൾ വീടുകൾ കയറി കൊടുക്കാൻ തുടങ്ങി, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ രീതിയിലുള്ള എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ.